വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ഒരു പാർട്ടി മേക്കപ്പ് ലുക്കാണ്. നമ്മൾ എന്തെങ്കിലും വെഡിങ്ങിനോ എന്തെങ്കിലും പോകുമ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മളിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞാൻ നിവ്യ ക്രീമാണ് യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസിങ്ങിന് വേണ്ടിയിട്ട്. എല്ലാ മേക്കപ്പും സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ഫേസ് നല്ലോണം ക്ലീൻ ചെയ്യുക, മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. അതെല്ലാം എല്ലാവർക്കും ഇപ്പോൾ അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഫോർമൽ മെത്തേഡ്സ് ഒന്നും ഇതിൽ അങ്ങനെ അങ്ങോട്ട് പറയുന്നില്ല. അപ്പം നല്ലോണം ഫേസിന് നല്ലോണം മോയ്സ്ചറൈസ് ചെയ്യുക. ഇത് നിവ്യ ക്രീംസ് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ക്രീമാണ് പണ്ട് മുതലേ. അപ്പം ഞാൻ അതാണ് കേട്ടോ യൂസ് ചെയ്തത്. ദെൻ ഞാനൊരു പ്രൈമർ ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അത് കളർ ബാറിൻ്റെതാണ്. ഇതെനിക്ക് നല്ലൊരു പ്രൊഡക്റ്റായിട്ട് തോന്നിയത്. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇതിൻ്റെത്. നല്ലൊരു പ്രൊഡക്റ്റാണ്. എനിക്ക് എപ്പോഴും ഒരു ഓയിലി മേക്കപ്പ് ലുക്കാണ് ഇഷ്ടം. നല്ല ഓയിലി അല്ല, നല്ലൊരു ഓയിൽ ലുക്കാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഓയിൽ പ്രൈമറാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. ഒരു 2-3 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ബാക്കി എന്തോ ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി. നെക്സ്റ്റ് ഞാൻ ലിപ് ബാമാണ് അപ്ലൈ ചെയ്യുന്നത്. ദേക്ക ഓർഗാനിക്സിൻ്റെ ലിപ് ബാമാണ്. ഞാനിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഇതന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം എല്ലാവർക്കും അറിയുന്ന ബാമാണിത്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ബീട്രൂട്ടിൻ്റെ. നെക്സ്റ്റ് ഞാൻ കൺസീലിംഗ് ആണ്. PAZൻ്റെ കളർ കറക്റ്റർ വെച്ചിട്ടാണ് കൺസീൽ ചെയ്യുന്നത്. ഓവറായിട്ട് കൺസീലിംഗ് ഒന്നും ചെയ്യില്ല കേട്ടോ. ജസ്റ്റ് എനിക്ക് അണ്ടർ ഐയും അതേപോലെ ഫേസിലും അതിലുള്ള കുറച്ച് പിഗ്മെൻറ്റേഷൻസ് ഏരിയാസിലാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ദെൻ ആഫ്റ്റർ അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ഒരു ബ്യൂട്ടി ബ്ലെൻഡറോ ഇനി കൈ വെച്ചിട്ടോ നിങ്ങൾ ബ്ലെൻഡ് ചെയ്താൽ മതി. അത് നിങ്ങളുടെ കംഫർട്ടാണ്. ഞാനൊരു ബ്ലെൻഡർ വെച്ച്, ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് അതിനെ കൊണ്ട് ബ്ലെൻഡറൊക്കെ എൻ്റെ കയ്യിലുണ്ടാവുമല്ലോ, അങ്ങനെ ഞാൻ ബ്ലെൻഡർ വെച്ചിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. അത് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ആക്കുക. ഇത് നല്ലൊരു കറക്റ്ററാണ് കേട്ടോ, ഓറഞ്ച് കറക്റ്റർ. ഡെയിലി യൂസിനോ അല്ലെങ്കിൽ ബ്രൈഡ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കറക്റ്ററാണ്. നെക്സ്റ്റ് ഞാൻ സാധാ ഒരു ഐബ്രോ പെൻസിൽ വെച്ചിട്ടാണ് ഐബ്രോ കറക്റ്റ് ചെയ്യുന്നത്. ബിക്കോസ് ബ്രൗൺ കളറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തത്. ആരും ബ്ലാക്ക് യൂസ് ചെയ്യരുത്. ഞാൻ ത്രെഡിങ്ങും കാര്യങ്ങളൊന്നും ഇപ്പോഴത്തെ സാഹചര്യം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം അങ്ങനെ നോർമൽ ഒരു ജസ്റ്റ് ഒന്ന് വരച്ചിടുന്നേ ഉള്ളൂ. ബ്രൗൺ കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് ഞാനൊരു സ്പൂലി വെച്ചിട്ട് ജസ്റ്റ് കോംബ് ചെയ്ത് കൊടുക്കുകയാണ്. ബ്രൗൺ ഷെയ്ഡ് ജസ്റ്റ് ഒന്ന് ഐബ്രോ സ്പൂലി ചെയ്യുന്നത് നല്ലതാണ്. ഐബ്രോസ് വരച്ചിട്ട് അങ്ങനെ തന്നെ വെക്കുന്നത് നല്ലത്. അതിന് ആഫ്റ്റർ സ്പൂലി വെച്ചിട്ട് ചെയ്യുന്നത് നല്ലതാണ്. സ്പൂലി വെച്ചിട്ട് ചെയ്യുക. ദെൻ ആഫ്റ്റർ ഞാനൊരു PAZൻ്റെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഇത് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഫൗണ്ടേഷനാണ് കേട്ടോ. നല്ല ഫൗണ്ടേഷനാണ്. അപ്പം ഞാനത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് തന്നെ കേട്ടോ ബ്ലെൻഡ് ചെയ്യുന്നത്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. നമ്മൾ എത്രത്തോളം ബ്ലെൻഡ് ചെയ്യണോ അത്രത്തോളം നമ്മുടെ ഫൗണ്ടേഷന് നമ്മുടെ സ്കിന്നുമായിട്ട് അത്രയും ഇതാവും. അപ്പം നമുക്കൊരു എന്താ പറയുക, ഒരു പൊട്ടിയിട്ട ലുക്ക് എന്നുള്ള അതിനുപരി ഒരു നാച്ചുറൽ ലുക്ക് വരും. എത്രത്തോളം നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നു അത്രത്തോളം പെർഫെക്റ്റ് ആവും. ദെൻ ജസ്റ്റ് പിന്നെ ഞാനൊരു ഫിക്സിങ് പൗഡർ ഒരു കോമ്പാക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് ഫിറ്റ്മീൻ്റെതാണ്. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫേസിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കോമ്പാക്റ്റ് വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക. നെക്കിലും അതേപോലെ ഫേസിലൊക്കെ തന്നെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ സെറ്റിംഗ് പൗഡറും നെക്കിലും ഫേസിലൊക്കെ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്യാം. ദെൻ ആഫ്റ്റർ നെക്സ്റ്റ് ഞാൻ നൈക്കേൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. അതിൻ്റെ ഷെയ്ഡൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അത് ഞാനൊരു പിങ്ക് ടോൺ വെച്ചിട്ട് തന്നെയാണ് എടുത്തത്. എന്നിട്ട് ഞാൻ ഗ്രീസ് ലൈനൊക്കെ ഒന്ന് ഡിഫൈൻ ചെയ്യാണ്. ഹെവി ഐ മേക്കപ്പ് ഒന്നല്ല കേട്ടോ. ഒരു സിമ്പിൾ ജസ്റ്റ് ഒരു സ്മോക്കി ലുക്ക് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് നോക്കാം. മിനിമൽ പ്രൊഡക്റ്റ് വെച്ച് ചെയ്യുന്നതിനെ കൊണ്ട് ജസ്റ്റ് ആ ലിപ്സ്റ്റിക്ക് തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തത്. ഒരു ന്യൂഡ് പിങ്ക് ടോണാണത്. അത് കൊടുത്തിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്യുക. ബ്ലെൻഡ് ചെയ്തിട്ട് രണ്ടായും നല്ല, ഇത് ലിക്വിഡ് ലിപ്സ്റ്റിക്ക് അതിനെക്കൊണ്ട് പെട്ടെന്ന് ഇതാവുന്നതിനെ കൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി പെർഫെക്റ്റ് ആവുക. അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. അതേപോലെ കണ്ണിൻ്റെ അടിഭാഗത്തും കൂടെ ജസ്റ്റ് ഒന്ന് അതൊന്ന് കണ്ടിന്യൂസ്ലി കൊണ്ടുവരാൻ നോക്കുക. അപ്പോൾ കണ്ണിനൊരു ഭംഗിയുണ്ടാവും. പിന്നെ ഞാൻ പ്ലമ്മിൻ്റെ ഒരു ഐ പെൻസിലാണ് യൂസ് ചെയ്യുന്നതിൽ. അത് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്തിട്ട് ബ്രഷസിനെ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്യാനായിട്ട് വിചാരിക്കുന്നത്. ഹെവി ലുക്കൊന്നുമല്ല. ലൈനർ വെക്കുന്നതിനേക്കാളും എനിക്കൊന്നും കൂടി ഇഷ്ടം ഇങ്ങനെ ഒരു സ്മോക്കി ആയിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ വരയ്ക്കുന്ന ലൈൻ ഒന്ന് ബ്ലെൻഡ് ആക്കുമ്പം ഒരു സ്മോക്കി ലുക്ക് വരും കണ്ണിന്. എനിക്ക് അതാണ് ഭംഗി തോന്നാറ്. വ്യൂവേഴ്സ് പറയൂ എന്തായാലും. എന്നിട്ട് അത് നന്നായിട്ട് കണ്ണിൽ വരച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. രണ്ട് കണ്ണിലും ഒരേപോലെ തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക.
കണ്ട് ജസ്റ്റ് ഒന്ന് ലൈൻ വരയ്ക്കാമെന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ എനിക്കിതാണ് ഒരു സിമ്പിൾ ഇതായിട്ട് തോന്നുന്നത് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങനെ വരച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം എല്ലാവർക്കും ഇപ്പം ഐ ഷാഡോസ് ഐ ജെല്ലൊക്കെ അതൊന്നും എല്ലാവരുടെ കയ്യിലും ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. ജസ്റ്റ് ഒരു ഐബ്രോ പെൻസിലോ ഐ പെൻസിലൊക്കെ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ അത് തന്നെയാണ് കേട്ടോ ബ്ലഷിനും യൂസ് ചെയ്യുന്നത്. ബ്ലഷ് ഏരിയാസിലും ഈ സെയിം ലിപ്സ്റ്റിക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ആയതുകൊണ്ട് ബ്ലെൻഡ് ചെയ്യാൻ ഒന്നും കൂടിയും പെട്ടെന്ന് ചെയ്യുമ്പോൾ നല്ലൊരു ഇതാണ്. ഞാൻ ഇത് തന്നെയാണ് എനിക്ക് പേഴ്സണൽ യൂസിന് ബ്ലഷിന് പകരം യൂസ് ചെയ്യാറും ഇത് തന്നെയാണ് കേട്ടോ. ഇതാകുമ്പോൾ നമ്മൾ ഒരു പൗഡർ ലുക്കല്ല, ഒരു ക്രീമി ടെക്സ്ചർ ആണല്ലോ, അപ്പോൾ ഒരു പക്ക നാച്ചുറൽ ലുക്ക് ഉണ്ടാവും. അപ്പോൾ ഞാനും ഇത് തന്നെ യൂസ് ചെയ്യാം. ലിപ്പിനും ഞാൻ സെയിം തന്നെ കേട്ടോ യൂസ് ചെയ്യുന്നത്. നൈക്കൻ്റെ പ്രൊഡക്റ്റാണ്. ന്യൂഡ് ലിപ്സ്റ്റിക്കിൽ വരുന്ന ഒരു കളക്ഷനാണ്. ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം. ആർക്കെങ്കിലും ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കോളൂ. ഓക്കെ, ജസ്റ്റ് ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇപ്പോൾ ചെയ്യുന്ന പോലെ ചെയ്യാം. എന്നിട്ട് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ലിപ്പ് ലൈനർ വെച്ചിട്ട് ലൈൻ കൊടുക്കാറുണ്ട്. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇട്ട് നേരി നമുക്കൊന്നും കൂടി ലിപ്പിനൊരു ഷേപ്പ് വരുന്ന പോലെ ഉണ്ടാവും. അപ്പം അത് കൊടുത്തിട്ട് അതൊന്ന് നമ്മുടെ ആ ലിക്വിഡ് ലിപ്സ്റ്റിക്കിൻ്റെ മേലെ തന്നെ ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്തിട്ട് ഒരു മാറ്റ് ലുക്ക് വരും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഐലാഷ് കളർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലാഷസ് ഒന്ന് കേൾ ചെയ്യുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് മസ്കാര കോൾസ്ലോ മസ്കാര യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. മാറിപ്പോയതാണ്. മസ്കാര യൂസ് ചെയ്യുക. മസ്കാര നമ്മൾ ലാഷസ് ഒന്നും വെക്കണം എന്നില്ല. ഈ മസ്കാര യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല വോളിയം തരും. ഇത് യൂസ് ചെയ്താൽ മതി. പിന്നെ ഞാൻ മാക്കിൻ്റെ ഫിക്സിങ് സ്പ്രേ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും യൂസ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ നല്ല ലാസ്റ്റിങ് ഉണ്ടെങ്കിൽ അതന്നെ മതി. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായോ ഇല്ലയോ ഒന്നും അറിയില്ല. ഇപ്പൊക്കെ നാച്ചുറൽ സിമ്പിൾ ഒരു ലുക്കാണ്. ഹെയർ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഫേസ് മേക്കപ്പ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഹെയറൊക്കെ ഞാൻ ഓൾറെഡി ഉള്ള ഹെയറിനെ ജസ്റ്റ് ഒന്ന് അങ്ങനെ എടുത്തിട്ടതാണ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.